നൽകിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നത്, കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ, മല്ലരിൻകീഴ് സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിംസിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമാണ് എറണാകുളത്ത് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയായ 33-കാരന് വേണ്ടി ഹൃദയം കൊണ്ടുപോകുന്നത്. എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം അപകടത്തെ തുടർന്നാണ് അമൽ ബാബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. 25-കാരനായിട്ടുള്ള മലയൻകീഴ് സ്വദേശിയുടെ ഹൃദയം മാത്രമല്ല, അമൽ ബാബുവിന്റെ മറ്റ് അവയവങ്ങൾ കൂടി ദാനം ചെയ്യുകയാണ്. കരളും പാൻക്രിയാസും വൃക്കയടക്കം ദാനം ചെയ്യുന്നതിനകത്ത് വരുന്നു. തിരുവനന്തപുരം കിംസിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. അതിനുശേഷം എയർ ആംബുലൻസിലാണ് ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കൊച്ചിയിൽ എയർ ആംബുലൻസ് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് പ്രത്യേക നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്റർ ആണ് ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തത്. എറണാകുളം ലിസി ആശുപത്രിയിലാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറംകാരനായിട്ടുള്ള 33-കാരന് വേണ്ടി അമൽ ബാബുവിൻ്റെ ഹൃദയം 33-കാരനിൽ അമൽ ബാബുവിൻ്റെ ഹൃദയം തുടിച്ചു തുടങ്ങും. ഇനി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. റോഡ് മാർഗമടക്കം ഗതാഗതം ക്രമീകരിച്ചു. കേസ് ഓട്ടോയടക്കം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കൂടിയാണ് ഹൃദയം കൊച്ചിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞത്. നേരിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ അമൽ ബാബുവിൻ്റെ ബന്ധുക്കളെ നന്ദി പ്രകടമാക്കിയിരിക്കുന്നു. വലിയ നഷ്ടമുണ്ടാകുമ്പോൾ, വലിയ തീവ്ര ദുഃഖമുണ്ടാകുമ്പോൾ പോലും ഇങ്ങനെ അവയവദാനത്തിന് സന്നദ്ധരായിട്ടുള്ള കുടുംബത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണെന്ന് പറയുന്നു. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എയർ ആംബുലൻസിൽ എത്തിച്ച ഹൃദയം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു ഹെലിപ്പാഡിൽ നിന്ന്. ഡാനി, മലപ്പുറം കാരനായിട്ടുള്ള ആ യുവാവിനുള്ളിൽ ഇനി തുടിക്കും അമൽ ബാബുവിൻ്റെ ഹൃദയം. എല്ലാം ആ കൃത്യസമയത്ത് തന്നെയാണ് നടക്കുന്നത്. ലിസിയിലും ശസ്ത്രക്രിയ സമയം അതനുസരിച്ച് തന്നെയാണോ? നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ് ഹെലികോപ്റ്റർ എത്തിയതിനു ശേഷം ഇനി? അപർണ, കൃത്യമായ ഒരു ടൈം ഷെഡ്യൂളോടുകൂടി തന്നെയാണ് ഇതിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ ഇവിടെ ഗ്രാൻഡ് ഹയാത്തിന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങി അതിനുശേഷം വളരെ നിശ്ചിത സമയം കൊണ്ട് തന്നെ അവിടേക്ക് എത്തുക, ആശുപത്രിയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. അതിനുവേണ്ടിയുള്ളൊരു പ്രത്യേക സർക്യൂട്ടും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഹെലികോപ്റ്റർ ഇവിടെ എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇനി ഏതാണ്ട് 5 കിലോമീറ്ററോളം ദൂരമാണ് എറണാകുളം ലിസി ആശുപത്രിയിലേക്കുള്ളത്. അവിടെ ഈ വഴി അത്രയും പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിലെല്ലാം തന്നെയും പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കടന്നു പോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഒട്ടും ട്രാഫിക് ഗതാഗതത്തിൽ പെടാതെ കടന്നുപോയി. സമയത്ത് താരതമ്യേന ഗതാഗതം കുറവാണെങ്കിൽ കൂടിയും കൊച്ചിയുടെ ഒരു പ്രത്യേകത ഏതു സമയം ഗതാഗതക്കുരുക്ക് രൂപപ്പെടാമെന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാതെ തന്നെ പെട്ടെന്ന് കടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലേക്ക് എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ആംബുലൻസ് വളരെ പെട്ടെന്ന് അവിടേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഇതുപോലെ മറ്റൊരു എയർലിഫ്റ്റിംഗ് കൂടി ഉണ്ടാവുകയും ചെയ്തത്. അതിന് അന്നും നമ്മൾ കണ്ടതാണ്. വളരെ കൃത്യമായ ഒരു ടൈം ഷെഡ്യൂളോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ എത്തിയാൽ തന്നെ ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലാണ്, ഡോക്ടർ ജോസഫ്, ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തുക, പൂർത്തീകരിക്കുക. ഏതാണ്ട് 6 മണിക്കൂറോളം ഈ അതിസങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയ അവിടെ നടക്കുകയും ചെയ്യും. ഏതായാലും വിജയകരമായ ഈ ശസ്ത്രക്രിയയുടെ ചരിത്രം തന്നെയാണ് എറണാകുളം ലിസി ആശുപത്രിക്കും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും ടീമിനും എല്ലാം തന്നെയുള്ളത്. ഏതായാലും വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ച ഹൃദയവുമായിട്ട് അവിടേക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തുകയും ചെയ്യും. നമുക്കറിയാം അമൽ എന്ന യുവാവിന്റെ ഹൃദയവും മറ്റ് ആന്തരിക അവയവങ്ങളുമാണ് ഈ രീതിയിൽ അവയവം ദാനം ചെയ്യുകയും ചെയ്തത്. മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ വാഹനാപകടത്തെ തുടർന്നാണ് മരണം സംഭവിക്കുന്നത്. 5 അവയവങ്ങൾ ദാനം ചെയ്തു. കിംസിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് ഒരു കിഡ്നിയും പാൻക്രിയാസും നൽകുകയും കരൾ കിംസ് ആശുപത്രിയിലെ തന്നെ മറ്റൊരു രോഗിക്ക് നൽകുകയും ഒരു കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ജീവൻ അത് പൂർണ്ണമായും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും സമൂഹത്തിന് മുഴുവനായിട്ട് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് അവയവദാനത്തിന്റെ ഒരു മഹത്വം
വളരെ അധികം പ്രഘോഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അമൽ അദ്ദേഹം മാറുകയും നിത്യതയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 33-കാരനായ മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം ദാനം ചെയ്യുന്നത്. ഇവിടെ അതിനുവേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി പ്രകാരം തന്നെയാണ് അപേക്ഷ നൽകുകയും കാത്തിരിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. വളരെ പൊടുന്നനെയാണ് ഈ രീതിയിലുള്ള ഒരു മസ്തിഷ്ക മരണമടക്കം തിരുവനന്തപുരത്ത് യുവാവ് സംഭവിക്കുകയും പിന്നീട് വളരെ കാര്യങ്ങൾ പെട്ടെന്ന് ഏകോപിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടേക്ക് ഈ അമലിന്റെ അവയവങ്ങൾ മറ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെയാണ് ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇവിടെ അല്പസമയം മുൻപ് ഇവിടെ എത്തിയ എയർലിഫ്റ്റ് വഴി ഇവിടെ എത്തിയ ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിച്ച ഹൃദയം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഏതാണ്ട് ലിസി ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സമയത്തിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് എത്തുകയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. വൈകാതെ തന്നെ അവിടെ ശസ്ത്രക്രിയവും കാര്യങ്ങളും എല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ജോസ് ചാക്കോപ്പേരി പുറത്തെല്ലിയും അതോടൊപ്പം തന്നെ മറ്റു ടീം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക. 5 മണിക്കൂറിലധികം ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിവരും. കഴിഞ്ഞ നാളുകൾക്കിടയിൽ ഏതാണ്ട് 30ഓളം ഈ രീതിയിലുള്ള ശസ്ത്രക്രിയയും കാര്യങ്ങൾക്കും എല്ലാം തന്നെ നേതൃത്വം നൽകാൻ ഈ ഒരു ടീമിനെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിജയകരമായ രീതിയിലേക്ക് തന്നെ വീണ്ടും അത്തരമൊരു നല്ല വാർത്തകൾക്ക് വേണ്ടി തന്നെയാണ് നമ്മളും കാതോർക്കുന്നത്. അപർണ. റൈറ്റ് ഡാനി, തിരികെ എത്താം. ജീവന്റെ തുടിപ്പുമായിട്ടാണ് ആ എയർ ആംബുലൻസ് അവിടെ ഹെലിപാഡിലെത്തിയ ആ ദൃശ്യങ്ങൾ. അതിനകത്ത് ഒരു 25-കാരൻ്റെ വിയോഗം ഉണ്ടാക്കുന്ന വലിയ നഷ്ടമുണ്ട്. പക്ഷേ ആ നഷ്ടത്തിനൊപ്പം 6 പേർക്കാണ് പുതിയ ജീവൻ ദാനം ചെയ്യുന്നത്. കേരളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവയവദാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാതൃക സ്വീകരിക്കുന്നു. അത് കൃത്യസമയത്ത് ഗതാഗത തടസ്സമില്ലാതെ എത്തിക്കാൻ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാക്കുന്നു. ആശുപത്രികളിൽ സർക്കാരും അതിന് അനുസരിച്ചിട്ടുള്ള സഹകരണങ്ങൾ നൽകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അവയവദാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു സന്ദേശം തന്നെ പൊതുസമൂഹത്തിൽ എത്തിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മൾ തുടരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മലപ്പുറം സ്വദേശിയായ 33-കാരനാണ് ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക. മറ്റുള്ളവർക്ക് മറ്റ് അവയവങ്ങളടക്കം അത് കിംസ് ആശുപത്രിയിൽ തന്നെയുള്ള 3 പേർക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ഒരാൾക്കും മറ്റ് അവയവങ്ങളും ദാനം ചെയ്തിരിക്കുന്നു. ഹെലികോപ്റ്റർ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഹെലിപാഡിൽ എത്തി. അതിനുശേഷമാണ് പുറപ്പെട്ടിരിക്കുന്നത് ലിസി ആശുപത്രിയിലേക്ക്. ആജ്ഞ രവീന്ദ്രൻ ലിസി ആശുപത്രിയിൽ നിന്ന്. ആ ഹൃദയത്തിൻ്റെ തുടിപ്പ് അങ്ങോട്ട് എത്തുകയാണ്. ഒരു വലിയ വിയോഗത്തിനു ശേഷം ആ ജീവൻ ഒരു 33-കാരന് പുതിയ ജീവനായി മാറുന്ന ഒരു കാഴ്ച കൂടി കാണുമ്പോൾ ലിസി ആശുപത്രി ഇങ്ങനെയുള്ള ആ ഒരു പുതുജീവൻ നൽകുന്നതിന് പലതവണ സാക്ഷ്യം വഹിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്തു തന്നെ കേരളം അഭിമാനമാകുന്ന നാഴികക്കല്ലുകളാണ് പലതവണയായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. എത്ര സമയമാണ് ശസ്ത്രക്രിയ നടത്തുക? മറ്റു വിവരങ്ങൾ എന്താണ് ആശുപത്രിയിൽ നിന്ന്? ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അമൽ ബാബുവിൻ്റെ ഹൃദയം എയർ ആംബുലൻസിലെത്തിച്ച ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഹെലിപാഡിൽ നിന്ന് ഹെലികോപ്റ്ററിൽ എത്തിയ സംഘം വളരെ പെട്ടെന്ന് ലിസി ആശുപത്രിയിലേക്ക് എത്തുന്നു. ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കിടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയക്കുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങും. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്നാണ് നേരത്തെ ഡാനി പോളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നു. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം. ആജ്ഞ, അത്യന്തം വൈകാരികമായിട്ടുള്ള ഒരു ദൃശ്യം കൂടിയാണ്. പക്ഷെ അതൊരു വലിയൊരു നഷ്ടത്തിനൊപ്പം അതൊരു വലിയ ഒരു ജീവന്റെ തുടിപ്പ് കൂടി നിലനിർത്തുന്ന ഒന്നാണ്. എപ്പോഴായിരിക്കും ശസ്ത്രക്രിയ തുടങ്ങുക? സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം വൈകാരികമായ ഒരു കാഴ്ച കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ മുടിച്ചിരുന്നൊരു ഹൃദയം നീല ബോക്സിനുള്ളിൽ ലിസി ആശുപത്രിയിലേക്ക് മറ്റൊരാളുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. 6 അവയവങ്ങളാണ് ആ ചെറുപ്പക്കാരൻ ദാനം ചെയ്യുന്നത്.